പ്രവാസ ലോകത്തെ വാർത്തകൾ. സൗദി അറേബ്യയിൽ ഫ്രീലാൻസ് ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾ കുടുങ്ങും. നിയമലംഘകർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം കടുത്ത ശിക്ഷാ നടപടികൾ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യയിൽ തൊഴിലുടമയുടെ കീഴിലല്ലാതെ സ്വയം തൊഴിൽ ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. നിയമലംഘനം നടത്തുന്ന വിദേശികൾക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ശിക്ഷാ കാലയളവിന് ശേഷം ഇവരെ രാജ്യത്ത് നിന്ന് നാടുകടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ഇഖാമ, തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ എല്ലാ സ്വദേശികളും വിദേശികളും ബാധ്യസ്ഥരാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരമറിയിക്കണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിനിൽ വാറ്റ് രജിസ്ട്രേഷൻ സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കി. പ്രോസസ്സിംഗ് സമയം വെട്ടിച്ചുരുക്കിയത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി. ബഹ്റിൻ നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂ തങ്ങളുടെ വാറ്റ് രജിസ്ട്രേഷൻ ഡേറ്റ അപ്ഡേറ്റ് സേവനങ്ങൾ കൂടുതൽ നവീകരിച്ചു. നികുതിദായകർക്ക് NBRന്റെ ഇലക്ട്രോണിക് പോർട്ടൽ വഴി ലളിതമായ രീതിയിൽ രജിസ്ട്രേഷനും വിവരങ്ങൾ പുതുക്കലും പൂർത്തിയാക്കാൻ പുതിയ സംവിധാനം സഹായിക്കും. പുതിയ വാറ്റ് രജിസ്ട്രേഷനും ബാങ്കിംഗ്, ഫിനാൻഷ്യൽ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള നിലവിലുള്ള ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാനും ഈ സേവനം പ്രയോജനപ്പെടുത്താം. നിശ്ചിത പരിധിക്ക് മുകളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ബിസിനസ്സുകൾക്ക് വാറ്റ് നിയമങ്ങൾ പാലിക്കാനും ഡേറ്റയുടെ കൃത്യത ഉറപ്പാക്കാനും ഇത് സഹായകരമാകും. അപേക്ഷകൾ തീർപ്പാക്കുന്നതിനുള്ള സമയം പ്രവൃത്തി ദിനങ്ങൾ അടിസ്ഥാനമാക്കി 30 ദിവസത്തിൽ നിന്ന് 21 ദിവസമായി കുറച്ചിട്ടുണ്ട്. നികുതിദായകരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നടപടിക്രമങ്ങൾ ലളിതമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിലെ സർക്കാർ സംവിധാനങ്ങളിൽ AI പദ്ധതി വ്യാപിപ്പിച്ചു. സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സർക്കാർ ജീവനക്കാരുടെ എണ്ണം, ചെലവ്, സേവനങ്ങളുടെ കാര്യക്ഷമത എന്നിവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി കൂടുതൽ കൃത്യമായി നിശ്ചയിക്കാനാണ് നീക്കം. ദുബായിലെ 32 സർക്കാർ സ്ഥാപനങ്ങളിലും ഏകീകൃത വർക്ക് ഫോഴ്സ് പ്രൊഡക്ടിവിറ്റി മെഷർമെന്റ് സിസ്റ്റം നടപ്പാക്കി. ആവശ്യമായ മേഖലകളിൽ ജീവനക്കാരെയും വിഭവങ്ങളെയും കൂടുതൽ ഫലപ്രദമായി വിന്യസിക്കാനും സർക്കാർ സേവനങ്ങളുടെ നിലവാരം ഉയർത്താനും കഴിയും. 2020 ഏതാനും സർക്കാർ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇപ്പോൾ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചത്. മെഷീൻ ലേണിംഗും AIയും ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സ്ഥാപനങ്ങൾക്ക് ഉൽപാദനക്ഷമതാ സൂചകങ്ങൾ നിരന്തരം നിരീക്ഷിക്കാനും ജീവനക്കാരും വിഭവങ്ങളും നൽകുന്ന ഫലവുമായി താരതമ്യം ചെയ്യാനും കഴിയും. സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രകടനം കൂടുതൽ സുസ്ഥിരമാക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.